ഇത്ര നേരത്തെ എത്തുന്ന പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വേഷമൊക്കെ ഒന്ന് മാറിയതേ ഉള്ളൂ. വരൂ, അകത്തേക്ക് വരൂ. വരൂന്നേ. ഇതാണോ റാണിയുടെ വീട്? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? വരൂ. കൊന്നുകളയും ഞാൻ. ഈ പടി ചവിട്ടി കേറുവോ? എടാ ഈ പടി ചവിട്ടി കേറുവോന്ന്? അമ്മേ, എടാ ഈ പടി ചവിട്ടി കേറുവോന്ന്? ഏരാനും കേട്ടവനെ. വരൂ. അച്ഛന്റെ മരണശേഷ അമ്മ മാനസികമായിട്ട് തകർന്നത്. ആദ്യം 2 വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു. പിന്നെ എല്ലാരും അങ്ങ് ഉപേക്ഷിച്ച മട്ട. എല്ലാരും എന്ന് വെച്ചാ ഈ ഞാൻ പോലും. ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്ത? ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഇങ്ങനൊന്നുമല്ല റാണിയെ കരുതിയിരുന്നത്. ഇന്നലെ വരെ ഞാൻ കണ്ട റാണിയാണോ അതോ ഇന്നീ കാണുന്ന റാണിയാണോ? ഏതാ യഥാർത്ഥ റാണിയെന്ന് എനിക്കിപ്പോഴും സംശയം. സംശയിക്കണ്ട, ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി. അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ, അകത്ത് തളർന്നുറങ്ങുന്ന ചേച്ചി, ഭർത്താവ് ഉപേക്ഷിച്ചതാ. അവരുടെ 4 പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര്. ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർത്ഥ്യക്കാരുടെ സ്വത്തുക്കൾ. ഇതൊന്നും സാരമില്ല, ഇനിയൊരു സ്വത്തുണ്ട്. അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഉണ്ണി, ഉണ്ണി. എന്താ ചേച്ചി? ഒന്ന് ഇവിടെ വരെ വരാമോ? ഞാൻ വരുന്നു. എന്താ ചേച്ചി? ഇവിടെ ഒരാൾക്ക് നിന്നെ കാണണമെന്ന്. ആരാ ചേച്ചി? നിനക്ക് കാണാമോ? എന്തോ പോലെ, ഒരു മിന്നായം പോലെ. ആ, ഇത് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനോ? അതാരാ? ബാലകൃഷ്ണൻ ചേച്ചിയുടെ ആരാത്? അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോനകത്ത് വയ്ക്കൂ. കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ആണവൻ. അവന്റെ സ്കൂളില് ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു. 1.5 മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? എന്തു പറയാൻ, വിധിയെന്ന് പറഞ്ഞാൽ മതി.